ഹലോ എവ്രി വൺ. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകേണ്ടത് ഗ്രാഫ്സിനെ പറ്റിയാണ്. നമ്മൾ ലാസ്റ്റ് ടൈം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, ബട്ട് ഇന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിനെ പറ്റി പഠിക്കാൻ പോവാണ്. സോ ഇതിൽ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആവശ്യമാണ്. കാൽക്കുലസ്, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഇത് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്. സോ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യുള്ളൂ. ഇതിൻ്റെ ഒരു ചെറിയൊരു ബേസിക് പാർട്ട്, അതായത് ഒറ്റൊരു കൈൻഡ് ഓഫ് ജനറൽ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ബേസ് ചെയ്ത് വരാറുണ്ട്. നിങ്ങളുടെ ഫൈനൽ എക്സാംസിനാണെങ്കിലും നീറ്റിനാണെങ്കിലും ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ ഗ്രാഫുകളെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ കാണിക്കാം. സോ ലെറ്റ്സ് സേ ഈ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പൊസിഷൻസ് എക്സ് ആക്സിസിലും ടൈം പൊസിഷൻസ് വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലാണ് പറയുക. അപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ഇടുന്നു വെച്ചോ. ലെറ്റ്സ് സേ ഈ ഒരു കൈൻഡ് ഓഫ് ഗ്രാഫാണ് നമുക്കുള്ളതെന്ന് വെച്ചോ. ഓക്കെ, ഇതിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയല്ല ആക്ച്വലി ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. ഇത് 1 ഡയമെൻഷൻ മോഷനാണ്. നമ്മൾ പഠിക്കുന്ന 1 ഡയമെൻഷൻ തന്നെയാണ്. ഫ്രം ലാസ്റ്റ് ക്ലാസ് ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. ലെറ്റ്സ് സേ ഇതാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് x0. എക്സ് സബ്സ്ക്രിപ്റ്റ് 0 ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു നമ്പർ ലൈൻ എടുത്തു. ഇതാണ് നമ്പർ ലൈൻ്റെ ഒറിജിൻ. ഓക്കെ, ആൻഡ് x0 ആണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഈ കേസിനകത്ത് ഇത് മൂവ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ ഒരു കേസിനകത്ത് നോക്കിയാൽ ഇത് പാരലലാണ്. പാരലൽ എന്ന് പറഞ്ഞാൽ എക്സ് ചേഞ്ച് ചെയ്യുന്നില്ല വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ പാരലൽ ആയതുകൊണ്ട് തന്നെ മൂവ് ചെയ്യുന്നില്ല. പിന്നെന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് തുടങ്ങി. അതും ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്ത് തുടങ്ങി. അതും ഒരു രീതി പറഞ്ഞ ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നത്. യൂണിഫോം ആയിട്ടുള്ള ചേഞ്ച്. യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് പേസിൽ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടല്ല എക്സ് മാറുന്നതിൻ്റെ റേറ്റ് മാറ്റമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത്രയും മാറിയുള്ളൂ, ഇവിടെ കുറേ മാറി. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞായിരുന്നു, അത് ആക്സിലറേറ്റിംഗ് ആണ് ആ കേസിനകത്ത്. ഓക്കെ, അത് ആക്സിലറേറ്റിംഗ് ആയി. പിന്നെന്താ സംഭവിച്ചപ്പോൾ ഇത് ഇവിടുന്ന് ഇപ്പോൾ ഇതൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങോട്ടത്തേക്ക് ഓടാൻ തുടങ്ങി. അയാൾ ഈ ഒരു റെസ്റ്റിൽ ഫേസ് നിന്ന് അയാൾ സ്റ്റാർട്ടഡ് ടു റൺ. അയാൾ റൺ ചെയ്ത് ഇവിടുന്ന് ഈ ഒരു പോർഷനില്ലേ, ലെറ്റ്സ് സേ ഇത് AB എന്ന് പറഞ്ഞ പോർഷനാണെന്ന് വെച്ചോ. ഈ പോർഷനകത്ത് എന്ത് സംഭവിച്ചു? നമുക്ക് കാണാം ഇതൊരു കോൺസ്റ്റൻറ്റ് പേസിനകത്താണ് എക്സ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് യൂണിഫോം ആയിട്ട്, അത് കോൺസ്റ്റൻറ്റ് പേസിലാണ് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ആ ഗ്രാഫ് ഇങ്ങനെ നല്ലൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്, ഇതിൻ്റെ ഇടയിൽ നോക്കിയോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലേ കാണുന്നത്? ആ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഒരു സ്പീഡ് എത്തിയതിന് ശേഷം ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാണ്. ഇപ്പോഴും ഓർക്കണം, ഇയാൾ റൈറ്റ് സൈഡിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെ ഉണ്ട്, ഇയാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഈ ഒരു പേസിനകത്ത് അയാൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. പിന്നെന്താ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അയാൾ സ്ലോ ഡൗൺ ചെയ്യുകയാണ്. ഇവിടുന്ന് നോക്ക് ഈ ഗ്രാഫ് മെല്ലെ ഫ്ലാറ്റൻ ഔട്ട് ആവുന്ന കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ അയാൾ സ്ലോ ഡൗൺ ചെയ്തു. അങ്ങനെ അയാൾ ഒരു പോയിന്റിലെത്തിയപ്പോൾ അയാൾ അവിടെ നിന്നു. ഓക്കെ, അയാൾ അവിടെ നിന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത് വെച്ച് കഴിഞ്ഞാൽ അയാൾ പിന്നെ തിരിച്ച് ഓപ്പോസിറ്റ്, നമുക്ക് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അയാൾ തിരിച്ച് ഓടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പോയി പിന്നെ അയാൾ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ തിരിച്ച് ഓടി ഇവിടെ എത്തിയപ്പോൾ പിന്നെ അയാൾ നിന്നു. സംവെയർ മേ ബി ഹിയർ അയാൾ ഇവിടെ നിന്നു. കേട്ടല്ലോ? അപ്പോൾ ഇയാൾ ഇങ്ങോട്ടത്തേക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അയാൾ മെല്ലെ കുറച്ച് മുമ്പിലോട്ട് പോയിട്ട് പിന്നെയും അയാൾ പുറകോട്ട് ഓടി തുടങ്ങി. അപ്പോൾ ഇവിടെ അയാൾ നിന്നിട്ടുണ്ട്, പുറകോട്ട് ഓടി. അയാൾ ഈ പോയിന്റിലെത്തിയപ്പോൾ അയാൾ ഒറിജിനലാണ് എത്തിയത്. മനസ്സിലായല്ലോ? ഈ പോയിന്റിലെത്തിയപ്പോൾ അയാൾ ഒറിജിനലാണ് എത്തിയത്. എന്നിട്ട് പിന്നെ അയാൾ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോയി, പിന്നെയും ബാക്ക് ടു ദ ഒറിജിൻ അയാൾ വന്നു. സോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് കാണുന്ന സമയത്ത് ഇയാൾ ആക്ച്വലി ഈ ഒരു മോഷനിലല്ല മൂവ് ചെയ്യുന്നത്. ഇയാൾ ആക്ച്വലി മൂവ് ചെയ്യുന്നത് ബാക്ക് ആൻഡ് ഫോർത്തിലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൂടെ പറയാം, എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോവാം. സോ യെസ്, ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ്. അതെങ്ങനെ കണ്ടുപിടിക്കാം, അത് കണ്ടുപിടിക്കുന്നതോടെ എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്ലോപ്പ് ഓഫ് എ ഗ്രാഫിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ്. അപ്പോൾ എന്താണ് സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ്? സോ നമുക്കപ്പോൾ ഫസ്റ്റ് ഞാനൊരു ജനറൽ കേസ് പറയാം, എന്നിട്ട് നമുക്ക് നമ്മളുടെ ഫിസിക്സ് ഐഡിയയിലേക്ക് മുമ്പോട്ടേക്ക് പോവാം. ജനറൽ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്.
ഓക്കെ, നിങ്ങൾ സ്ലോപ്പ് പഠിച്ചിട്ടുണ്ടാവും 9th ക്ലാസ് 10th ക്ലാസ്സിലൊക്കെ സ്ലോപ്പൊക്കെ ഉണ്ട്, ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ടാവാം. ഇഫ് യു നോ ഓൾറെഡി അത് നിങ്ങൾ ഇഗ്നോർ ചെയ്തോളൂ, യു ക്യാൻ മൂവ് അഹെഡ്. സോ ഞാൻ ബേസിക് ആയിട്ടൊന്ന് പറയാം. സോ ഇതാണ് ഇപ്പോൾ ലെറ്റ്സ് നമുക്കൊരു ഗ്രാഫ് ഉണ്ട്, ഇതാണ് ഗ്രാഫ്. ഓക്കെ, ഈ ഒരു ഗ്രാഫ് ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വലി നമുക്ക് 2 പോയിന്റ്സ് വേണം. 2 പോയിന്റ്സ്, ഈ ഗ്രാഫിലുള്ള 2 പോയിന്റ്സ്. ലെറ്റ്സ് സേ അറ്റ് പോയിന്റ് എ എന്ന് പറയുന്നത് ലെറ്റ്സ് സേ x1 y1 ആണ്. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റ്. ഓക്കെ, ഇതാണ് x1, ഇതാണ് y1. ഓക്കെ, പോയിന്റ് ബി എന്ന് പറയുന്നത് x2 y2 ആണ്, അതായത് ഇതാണ് പോയിന്റ്. ഓക്കെ, സോ ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര y ചേഞ്ച് ചെയ്തു വെൻ യു ഇൻക്രീസ് ദ x, അതാണ് ഐഡിയ. സോ ഇതിപ്പോൾ നമ്മളിപ്പോൾ y ഇവിടുന്ന് ചേഞ്ച് ചെയ്തല്ലോ, y എവിടുന്ന് ചേഞ്ച് ചെയ്തു, y1 to y2. ഈ കേസിനകത്ത്, ഈ ഒരു കേസിനകത്ത് ഇത് കൂടുക ചെയ്ത് നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, ഇത് കൂടി വരികയല്ലേ, ഇത് മുകളിലേക്ക് സ്റ്റീപ്പ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എത്ര y ചേഞ്ച് ചെയ്തു, y ചേഞ്ച് ഫ്രം y1 to y2. സോ എത്ര ഇൻക്രീസ് ഉണ്ടായത് y2 മൈനസ് y1. ഓക്കെ, ഇപ്പോൾ ലെറ്റ്സ് സേ ഇത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലെറ്റ്സ് സേ 4, ലെറ്റ്സ് സേ ഒരു 3 ആണെന്ന് വെച്ചോ. ഓക്കെ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഇപ്പോൾ 7, പിന്നെ ഒരു മേ ബി ലെറ്റ്സ് ടേക്ക് 9 ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ നോക്കി നോക്ക്, y കോർഡിനേറ്റ് എത്രയിൽ നിന്ന് എത്രയിലേക്കായി, 3 നിന്ന് 9ലേക്കായി. 3 നിന്ന് 9ലേക്ക് ആവുക എന്ന് പറഞ്ഞാൽ എത്ര ഇൻക്രിമെൻറ്റ് സംഭവിച്ചു, 6 ഇൻക്രിമെൻറ്റ് സംഭവിച്ചു. 6 പോയിന്റ്സ് മുകളിലേക്ക് പോയി. ഓക്കെ, സോ ഇതിൻ്റെ കേസിനകത്ത് y2 മൈനസ് y1, ഇതിൻ്റെ കേസിനകത്ത് 9 മൈനസ് 3 ആണ്. അതുകൊണ്ടാണ് ഞാൻ y2 മൈനസ് y1 എന്ന് പറഞ്ഞത്. 9 മൈനസ് 3 6 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ, ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൻ്റെ കേസിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ എത്ര മുമ്പോഴത്തേക്ക് പോയി, 9 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ, ഇത് മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എക്സ് എത്ര ചേഞ്ച് ചെയ്തു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് എത്ര ചേഞ്ച് ചെയ്തു. എക്സ് ചേഞ്ച് ചെയ്തത് x1 to x2 ആയി. സോ എക്സ് എത്ര ചേഞ്ച് ചെയ്തു, x2 മൈനസ് x1. x2 മൈനസ് x1 എത്ര ചേഞ്ച് ചെയ്ത് നമുക്ക് നോക്കാം. 4 to 7 ആകുമ്പോൾ 7 മൈനസ് 4 അത്രയാണ് ചേഞ്ച് ചെയ്തത്. അതായത് 7 മൈനസ് 4 എത്ര കൂടി, അതായത് 4 നിന്ന് എത്ര 7 ആയി. സോ നമുക്കിവിടെ ഒരു 3 പോയിന്റ്സ് കൂടി. സോ നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്, സ്ലോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എം ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതായത് ഹൗ മച്ച് y ചേഞ്ചസ് കറസ്പോണ്ടിങ് ടു ദ ഇൻക്രീസ് ഇൻ x. ദാറ്റ്സ് വാട്ട്. സോ ഇൻ എ വേ നമുക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര y കൂടി, സെൻസിറ്റിവിറ്റി ഓഫ് എ ഫംഗ്ഷൻ എന്നൊക്കെ പറയാം. അതായത് വളരെ കാൽക്കുലസ് ടേം, മാത്തമാറ്റിക്കൽ ടേമിനകത്ത് സെൻസിറ്റിവ് ഫംഗ്ഷൻ എന്നൊക്കെ പറയാം. ബട്ട് ഇൻ സിംപിളർ ടേംസിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര, ഇത് റൈസ് അല്ല, ഇതിങ്ങനെ പൊന്തിപ്പോകുന്നതാണ്, ഇത് റണ്ണാണെന്ന് വെച്ചോ. ഓക്കെ, അതായത് മുകളിലേക്ക് റൈസും ഹോറിസോണ്ടലി റണ്ണും ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര റൈസ് ഉണ്ട് കറസ്പോണ്ടിങ് ടു ദ റൺ. അപ്പോൾ എത്ര റൈസ്, അതാണ് y2 മൈനസ് y1. എത്ര റൺ, ദാറ്റ് ഈസ് x2 മൈനസ് x1. സോ y2 മൈനസ് y1 എത്രയാണ് വരിക, 6 ആണ്. നമ്മൾ ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസിനകത്ത് ആണ് മാത്രം ഞാൻ ചെയ്യുന്നത്. സോ ഇറ്റ്സ് 6 by 3, so it's 2. Okay, so the slope is 2 in this case. Okay, slope is 2 ആയിരിക്കും. സോ ഇത് നമുക്ക് യൂസ്ഫുൾ ആവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കേസിനകത്ത് ജനറലി ഞാൻ എക്സും വൈയും എടുത്തത്. നമുക്കിപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഞാൻ നേരത്തെ വരച്ചില്ലായിരുന്നല്ലേ, ആ വരച്ച ഗ്രാഫിനകത്ത് ബേസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മളിങ്ങനെ നോക്കാൻ പോകുന്നത്. സോ അതെന്താ കിട്ടുന്നത് നിങ്ങൾ തന്നെ പറ, ഞാനത് ചെയ്യാം, നിങ്ങൾ തന്നെ പറയാം എന്താ കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത അതേ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെ ചെയ്യാം. എക്സ് വേഴ്സസ് ടി ഗ്രാഫ്, വേറെ ഏതെങ്കിലും ഒരു ലെറ്റ്സ് സേ ഈ ഒരു കേസ് തന്നെ എടുത്താൽ മതി. ഓക്കെ, സെയിം കൈൻഡ് ഓഫ് ഗ്രാഫ്. സോ നമുക്കറിയാം സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ 2 പോയിന്റ്സ് വേണം. T1 പൊസിഷൻ എന്ന് പറയുന്നത് x1 ആണ്, T2 പൊസിഷൻ x2 ആണ്. ഓക്കെ, ഇതിൻ്റെ കേസിനകത്ത് എത്ര y ചേഞ്ച് ചെയ്തു, y എന്തായാലും നമുക്ക് പൊസിഷനാണ് വൈയിലുള്ളത്. ഓക്കെ, സോ y എത്ര ചേഞ്ച് ചെയ്തു, y ഹാസ് ചേഞ്ച് ഫ്രം x1 to x2 and x has changed from T1 to T2.
നമുക്ക് എന്താ അറിയേണ്ടത്? നമുക്ക് എന്താണ് നമ്മൾ സ്ലോപ്പ് പഠിച്ചത്? ചേഞ്ച് ഇൻ ദ വൈ ആക്സിസ്, ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ദ ചേഞ്ച് ഇൻ എക്സ്. ഓക്കെ, സോ ചേഞ്ച് ഇൻ വൈ എത്രയാണ് നമുക്ക് നോക്കാം. ചേഞ്ച് ഇൻ വൈ എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 ആണ്. സോ x2 മൈനസ് x1 ബൈ t2 മൈനസ് t1. അപ്പോൾ ഇതെന്തായിരുന്നു? ഇത് നമ്മൾ കണ്ടായിരുന്നല്ലോ ഈ ഇക്വേഷൻ മുൻപ് അല്ലേ? ആ ഇക്വേഷൻ, ഈ ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ആവറേജ് വെലോസിറ്റി വിച്ച് ഇസ് x2 മൈനസ് x1 ബൈ t2 മൈനസ് t1. ഇത് ആവറേജ് വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ, മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ഇതിൽ നിന്ന് വരുന്ന വേറൊരു ഐഡിയയും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഇതിൻ്റെ ലെറ്റ്സ് ഈ പൊസിഷൻ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ x1 ഉണ്ട്, x2 ഉണ്ട്. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഈ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞ ഒരു രീതി പറഞ്ഞാൽ ഒരു ടാൻജൻറ്റ് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ലൈൻ വരയ്ക്കുക. ഇതിൻ്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കുന്നത്. സോ ഈ ഒരു ആംഗിൾ ഇല്ലേ, ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആവറേജ് വെലോസിറ്റി, ഈ ടാൻ തീറ്റ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ഇത് നിങ്ങൾക്കിപ്പം മാത്തിലേ ഉള്ളൂ, ആക്ച്വലി ഫിസിക്സിൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു കൈൻഡ് ഓഫ് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. ഞാൻ പറയുകയാണ്, ഈ ആംഗിൾ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇത് എത്ര സ്പീഡിൽ പോകുന്നുണ്ടെന്ന് പറയാൻ പറ്റും. സോ ഇത് ലെറ്റ്സ് സേ നമ്മൾ ഈ x1 ആൻഡ് x2 പോയിന്റ്സ് ക്ലോസറായി വെക്കാന്ന് വെച്ചോ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ലൈൻ സത്യം പറഞ്ഞ ഒരു ടാൻജൻ ലൈൻ പോലെ പോവും. അതായത് ഇതിൻ്റെ ആംഗിൾ കൂടുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഈ തീറ്റയെന്ന് ഈ തീറ്റ വേണമെന്ന് നോക്കി നോക്ക്, ആ ആംഗിൾ കൂടി വരുന്നില്ലേ? ആ ആംഗിൾ കൂടി വരുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ സ്റ്റീപ്പർ ആവുകയാണ്, അതായത് അതിൻ്റെ വെലോസിറ്റി കൂടുകയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പിക്ചർ. ഓക്കെ, ഇത്രയും നിങ്ങൾ നോക്കി മറ്റേ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇനി എന്താ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ലെറ്റ്സ് സേ ഞാനൊരു പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്. ലെറ്റ്സ് സേ ഇതൊരു ആളുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ്, ഇത് വേറൊരാളുടെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് രണ്ടിനകത്തും ആരാണ് സ്പീഡിൽ പോകുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ജസ്റ്റ് ഈ ആംഗിൾ നോക്കിയാൽ മതി. ഓക്കെ, ഈ ഒരു ആംഗിൾ ജസ്റ്റ് ഇത് θ1 ആണ്, ഈ ആംഗിൾ θ2 ആണെന്ന് വെച്ചാൽ. ഓക്കെ, θ2 കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കേസാണ്. ഇത് കൂടി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് മോർ സ്റ്റീപ്പറാണ്, അതായത് ഇത് കവറിങ് മോർ എക്സ് ഡിസ്റ്റൻസ്. ഇത് ഞാൻ കുറച്ചുകൂടെ ഒരു ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിനെ നമുക്ക് കുറച്ചുകൂടി ജസ്റ്റിഫയബിൾ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഒബ്ജക്റ്റീവ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ഫാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണ് ഫാസ്റ്റർ. ആ ആംഗിൾ മാത്രം നോക്കിയത്, എക്സിനുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ മാത്രം നോക്കിയാൽ മതി. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന് വെച്ചോ ഈ ഒരു കേസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് എക്സ് വേഴ്സസ് ടി ഗ്രാഫാണ്, ഇത് എ ആണ്, ഇത് ബി ആണ്. ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഇത് ബി ഫാസ്റ്റർ ആണെങ്ങനെ തെളിയിക്കും. ഓക്കെ, നമുക്ക് ആംഗിൾ വെച്ച് പറയാം, അതൊരു വേ. സർ ഇനി അതോ വേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഒന്ന് പോസ് ചെയ്ത് ചിന്തിച്ച് നോക്ക്, എന്നിട്ട് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ, സോ നമ്മളെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൈൻഡ് ഓഫ് ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിം ചൂസ് ചെയ്തു. ലെറ്റ്സ് സേ T1 എന്ന് പറഞ്ഞ ടൈം ഫ്രെയിം ചൂസ് ചെയ്തു. T1 എന്ന് പറഞ്ഞ ടൈം ഫ്രെയിം ചൂസ് ചെയ്യുന്ന സമയത്ത് ഇത് എത്ര ഡിസ്റ്റൻസ് എ മൂവ് ചെയ്തു? ഇത്രയും മൂവ് ചെയ്തു. ഇതേ സമയത്ത് തന്നെ ബി എന്ന് പറയുന്നത് ഇത്രയാണ് മൂവ് ചെയ്തത്. സോ ഇൻ ദ സെയിം ടൈം ബി ഹാസ് കവേർഡ് മോർ ഡിസ്റ്റൻസ്. അതെ അല്ലേ, കൂടുതൽ ഡിസ്റ്റൻസ് ബി അല്ലേ കവർ ചെയ്തത് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഗിവൺ ടൈമിൽ മോർ ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്നതിനാണ് കൂടുതൽ സ്പീഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ലെറ്റ്സ് ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന്. ഓക്കെ, സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.